ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 8-ലെ 8-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തിഃ പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. കഴിഞ്ഞ ശ്ലോകത്തിൽ നൈമിത്തിക പ്രളയം ആരംഭിക്കുന്ന സമയത്ത്, അതായത് ബ്രഹ്മാവിൻ്റെ 50 ബ്രഹ്മവർഷത്തെ ആയുസ്, പകുതി ആയുസ് തികയുന്ന ദിവസം പകൽ അവസാനിച്ച സമയത്ത് ഭഗവാൻ തന്നിൽ തന്നെ ലയിച്ചു കിടന്നിരുന്ന കാലം എന്ന ശക്തിയോട് ഈ പ്രളയം അവസാനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബ്രഹ്മാവിൻ്റെ ഈ രാത്രി കഴിഞ്ഞ് പ്രഭാതമാകുന്ന സമയത്ത് എന്നെ ഉണർത്തുക എന്ന് ആജ്ഞാപിച്ചിട്ട് അതിശേഷനിൽ യോഗനിദ്രയിൽ ലയിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ. ചതുർയുഗാണാം, ചതുർയുഗങ്ങൾ, ചതുർയുഗാണാം ചതുർയുഗങ്ങൾ ആകട്ടെ, സഹസ്രമേവം, സഹസ്രം 1000, ഏവം ഇപ്രകാരം, 1000 ചതുർയുഗങ്ങൾ ആകട്ടെ, ത്വയി പ്രസുപ്തേ, ത്വയി അങ്ങ്, പ്രസുപ്തേ യോഗനിദ്രയിൽ കഴിഞ്ഞപ്പോൾ, പുനരദ്വിതീയേ പുനഃ പിന്നീട്, അദ്വിതീയേ അദ്വിതീയ അങ്ങ് അദ്വിതീയനായിട്ട്, ഏകനായിട്ട്, ഭഗവാനല്ലാതെ അവിടെ വേറെ ആരുമില്ല. അദ്വിതീയൻ എന്ന വാക്കിനിവിടെ ഈ പ്രപഞ്ചവും ബ്രഹ്മവും എല്ലാം ഒന്നായ അവസ്ഥ എന്നും ചിന്തിക്കാം. അങ്ങനെ അദ്വിതീയനായിരിക്കുന്ന അങ്ങ് ഇപ്രകാരം 1000 ചതുർയുഗങ്ങൾ യോഗനിദ്രയിൽ കഴിഞ്ഞപ്പോൾ, കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. കാലാഖ്യശക്തി, കാലം എന്ന് പേരായ ആ ശക്തി, പ്രഥമ പ്രബുദ്ധ, പ്രഥമ ആദ്യം, പ്രബുദ്ധ ഉണർന്നിട്ട്, പ്രാബോധയത്ത് ത്വാം, പ്രാബോധയത്ത് ഉണർത്തി, ത്വാം അങ്ങയെ, കില അല്ലോ, വിശ്വനാഥ ഈ ലോകത്തിന് മുഴുവനും നാഥനായ ഭഗവാനെ. അപ്പോൾ ആ കാലം എന്ന ശക്തി ആദ്യം ഉണർന്നിട്ട് അങ്ങയെ ഉണർത്തിയല്ലോ, അല്ലയോ വിശ്വനാഥനായ ഭഗവാനെ. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് കാലം ഒരു ദാസിയെപ്പോലെ മുൻപേ ഉണർന്ന് തൻ്റെ പ്രഭുവിനെ ഉണർത്തുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം അദ്വിതീയനായ അങ്ങ് 1000 ചതുർയുഗക്കാലത്തോളം യോഗനിദ്രയിൽ കഴിഞ്ഞപ്പോൾ, കാലമെന്നു പേരായ ആ ശക്തി ആദ്യം ഉണർന്നിട്ട് അങ്ങയെ ഉണർത്തിയല്ലോ, അല്ലയോ വിശ്വനാഥ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. 9-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.